കോക്രോച്ച് ജനതാ പാർട്ടി പറന്ന് ജൂൺ 6-ാം തീയതി മണ്ണിലിറങ്ങുമ്പോൾ അത് പുതിയ ഒരു രാഷ്ട്രീയ സമരങ്ങളുടെ തുടക്കമായിരിക്കുമെന്നാണ് അതിൻ്റെ തുടക്കക്കാരൻ അഭിജിത്ത് ദീപ്കെ പത്രക്കാരോട് പിന്നീട് വ്യക്തമാക്കിയത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ 7 ദിവസത്തിനകം പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടികൾ വീണ്ടും ശക്തമായി തെരുവിലിറങ്ങും എന്നുള്ള അഭിജിത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്തുണ നൽകുവാൻ ലഡാക്ക് മുതലുള്ള പൊതുപ്രവർത്തകർ നേരിട്ടുമല്ലാതെയും പിന്തുണ കൊടുക്കാൻ അവിടെ എത്തിയിരുന്നു. നോക്കൂ, രാജ്യത്തിൻ്റെ വളരെ ഗൗരവതരമായ നീറ്റ് പോലെയുള്ള പരീക്ഷ നടത്താൻ പോലും പ്രാപ്തി നഷ്ടപ്പെട്ട കേന്ദ്ര സർക്കാർ അതിന് ഉത്തരവാദികളായ കേന്ദ്ര ക്യാബിനറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കാതെ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അഴിമതിയും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി അതിൻ്റെ 2ാം ഘട്ട സമരം ആരംഭിക്കുമ്പോൾ തീർച്ചയായും രാജ്യത്തിൻ്റെ അനീതിക്കെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആ പാർട്ടി മാറുമെന്ന അഭിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്ക് ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ പിന്തുണ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ജന്തർ മന്ദിറിൽ സർക്കാർ അനുവാദം നൽകില്ല എന്ന ചില സൂചനകൾ ആദ്യം നൽകിയെങ്കിൽ പോലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഈ സമര നേതാവായ അഭിജിത്തിനെ നിങ്ങൾക്ക് സമരപ്പന്തൽ ഒരുക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് അനുവാദപത്രം അഭിജിത്തിന് അടുത്തു നൽകി കൈമാറാൻ ഡൽഹി പോലീസ് നിർബന്ധിതമായത് രാജ്യത്തിൻ്റെ ഇന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അഭിജിത്തിനെ പോലുള്ള ചെറുപ്പക്കാർ നടത്തിയ ചില വിശദീകരണങ്ങൾ ശ്രദ്ധേയമായി നമ്മൾ കേൾക്കേണ്ടതാണ്. അവർ പറഞ്ഞത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുവെന്നും അവരുടെ പ്രതീക്ഷകൾക്ക് വല്ലാത്ത തരത്തിൽ മങ്ങലേൽക്കുന്നുവെന്നും അതുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം ഞങ്ങൾ വരുന്ന ആളുകളിൽ ശക്തിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ പാർട്ടികൾ കേവലം മാധ്യമങ്ങളിൽ ഉറങ്ങുന്നവരല്ല, അത് പറന്നുയർന്ന് രാജ്യത്തെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.